ഹായ് ഫ്രണ്ട്സ്, ഫ്ലോറസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെണ്ട കൃഷിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എങ്ങനെ വെണ്ട കൃഷി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നല്ല വിളവ് ലഭിക്കുന്നതിനായി 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു കൃഷിക്കും അതിൻ്റെ സീസൺ അനുസരിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവ് ലഭിക്കും. അതുപോലെ തന്നെ കീടശല്യം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം വിത്തുകൾ നോക്കി എടുക്കേണ്ടതാണ്. ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. വിത്തുകൾ ഇപ്പോൾ നഴ്സറികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വിത്ത് പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെണ്ട വിത്തുകൾ 6 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്തി പാകുന്നതാണ് നല്ലത്. പെട്ടെന്ന് മുളച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ പാകാൻ എടുത്തിരിക്കുന്ന വിത്തുകൾ കുതിർത്തി എടുത്തേക്കണ വിത്താണ്. ഞാനിവിടെ ചട്ടിയിലാണ് വിത്ത് പാകുന്നത്. സീഡ് ട്രേയിലും പാകാവുന്നതാണ്. വിത്ത് പാകാനായി ഞാനിവിടെ മണ്ണും കമ്പോസ്റ്റും കുറച്ച് ചകിരിച്ചോറും മിക്സ് ചെയ്ത് എടുത്തിരിക്കണേ. മണ്ണ് ഒരുക്കിയതിന് ശേഷം നമുക്ക് വിത്തുകൾ പാകി കൊടുക്കാം. ഇതിനായി നമുക്ക് മണ്ണിൽ ചെറുതായിട്ട് വിരലുകൊണ്ട് ഓരോ കുഴികൾ ഉണ്ടാക്കി ഓരോ വിത്തും നമുക്ക് ഇട്ട് മൂടി കൊടുക്കാം. അധികം താഴ്ത്തി നടേണ്ടതില്ല. അതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കാവുന്നതാണ്. വിത്ത് പാകിയതിന് ശേഷം ചട്ടി നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. മഴവെള്ളം കൊണ്ട് വിത്തുകൾ വെള്ളം കൂടുതലായാൽ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നത്. വിത്തൊക്കെ പാകി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ വിത്തുകളും നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. തൈകൾ ഈ പ്രായമാകുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി നടാവുന്നതാണ്. തൈകൾ പറിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ വേരുകൾ പൊട്ടാതെ വേണം പറിച്ചെടുക്കാനായിട്ട്. വെണ്ടത്തൈകൾ നടുന്നതിനായിട്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നടുന്നതാണ് നല്ലത്. തൈകൾ നടാനായിട്ട് ഞാനിവിടെ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. ഗ്രോ ബാഗിൽ നടുന്നതും കാണിക്കുന്നുണ്ട്, പറമ്പിൽ നടുന്നതും കാണിക്കുന്നുണ്ട്. അടിവളമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും ഓർഗാനിക് വളവുമാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് വളവും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടിയും ഓർഗാനിക് വളവും നമുക്ക് കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കൊത്തി ഇളക്കണം. മണ്ണുമായിട്ട് നന്നായിട്ട് കൊത്തി ഇളക്കണം. മണ്ണും വളവുമായി നന്നായിട്ട് കൊത്തി ഇളക്കിയതിന് ശേഷം കുഴിയിലേക്ക് കുറച്ചും കൂടി മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം തൈ നട്ട് കൊടുക്കാം. മണ്ണിൽ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് തൈയിനെ വെച്ച് മണ്ണിട്ട് മൂടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തൈകൾ ഇതുപോലെ നട്ട് വച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കാനായിട്ട് ഞാനിവിടെ സൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ കലക്കി ആ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. സൂഡോമോണാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അത് വളരെ നല്ലതാണ്. ഇനി ഗ്രോ ബാഗിൽ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രോ ബാഗിൽ നടുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രോ ബാഗിൽ പകുതി ഭാഗം കരിയില നിറച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ശീമക്കൊന്നയുടെ ഇല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല വളമാണ്. അതുള്ളവർ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് മണ്ണും വളങ്ങളും ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചാണകപ്പൊടിയും ഓർഗാനിക് വളവും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഭാഗം ഇട്ട് കൊടുത്താൽ മതി. ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ എപ്പോഴും ഗ്രോ ബാഗിൻ്റെ പകുതി ഭാഗം മണ്ണ് നിറച്ചിരുന്നാൽ മതി. പിന്നെ ചെടിയുടെ വളർച്ച അനുസരിച്ച് കുറേശ്ശെ മണ്ണും വളവും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ മണ്ണ് ആവശ്യത്തിന് നിറച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുഴിയെടുത്തിട്ട് തൈ നട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുഴിയിലേക്ക് തൈ വെച്ചിട്ട് മണ്ണിട്ട് മൂടി നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. തൈകൾ നടുമ്പോൾ എപ്പോഴും 4 മണിക്ക് ശേഷം നടുന്നതാണ് നല്ലത്. വെയിൽ കൊണ്ട് പെട്ടെന്ന് വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 മണിക്ക് ശേഷം നടാൻ പറഞ്ഞത്. 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വെണ്ടത്തൈ ഇതേ ഇത്രയും വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടി വളം ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ ചുവട് കടയിൽ നിന്ന് കുറച്ച് നീങ്ങി മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം.
നന്നായിട്ട് മണ്ണൊന്ന് ഇളക്കി കഴിയുമ്പോൾ വേരോട്ടം കൂടുതൽ കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും ഓർഗാനിക് വളവും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് വളവും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ശീമക്കൊന്നയുടെ ഇല ഉള്ളവർ ഇത് ഇട്ട് കൊടുക്കാം. ശീമക്കൊന്നയുടെ ഇല വളരെ നല്ല വളമാണ്. ഞാനിവിടെ കുറച്ച് ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലകൾ ചുറ്റും വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കാം. നമ്മൾ നട്ടപ്പോൾ അധികം മണ്ണ് ഇട്ടിട്ടുണ്ടായില്ലല്ലോ, അപ്പോൾ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് ഒരു 10 ദിവസം കൂടുമ്പോഴും കുറേശ്ശെ വളവും മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അത് പുളിപ്പിച്ച് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ച ഉണ്ടാകും. അത് വളരെ നല്ലതാണ്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കും വലുതായിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ലീഫിൻ്റെ ഇടയിലും നിറച്ച് മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പറമ്പിൽ നട്ട് വെച്ചുണ്ടായ തൈകൾക്കും നമുക്ക് വളമിട്ട് കൊടുക്കണം. അതിനും കടയിൽ നിന്ന് കുറച്ച് നീങ്ങി സൈഡിലായിട്ട് കുറച്ച് മണ്ണ് നീക്കിയിട്ട് നമുക്ക് വളമിട്ട് കൊടുക്കാം. ഇപ്പോൾ ചുറ്റിലും മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാണകപ്പൊടിയും ഓർഗാനിക് വളവും ഏത് വളമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ശീമക്കൊന്നയുടെ ഇലയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മണ്ണിട്ട് മൂടി കൊടുക്കാം. ഇതുപോലെ 10 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വളം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു വരും. വളം കൊടുത്തതിന് ശേഷം നനച്ച് കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ മഴ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നനയ്ക്കുന്നില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വെണ്ടക്കായൊക്കെ ഉണ്ടായി. ഓരോ ഇലയുടെ ഇടയിലും വെണ്ടയ്ക്ക പൂവും കായൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഒട്ടും കീടശല്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ മരുന്ന് ഒട്ടും തെളിക്കേണ്ട ആവശ്യം വന്നില്ല. അതാണ് പറഞ്ഞ സീസൺ അനുസരിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അധികം കീടശല്യമൊന്നും ഉണ്ടാവില്ല. കീടശല്യമൊക്കെ വരികയാണെങ്കിൽ കുറച്ച് വേപ്പെണ്ണ മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ഒക്കെ എടുത്തിട്ട് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികം കീടബാധയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ വിളവ് എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക് നമ്മൾക്ക് ഒന്നിടവിട്ട് വിളവെടുക്കാൻ പറ്റും. കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ അത് മൂത്തു പോകും. അപ്പോൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായത് ചെയ്യുക. ഇവിടെ പറമ്പിൽ നട്ടതും പൂവും കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് വിളവെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, വളരെ വലുതാണ്. ഇത് പറമ്പിൽ ഉണ്ടായി പൂവും കായൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ വെണ്ട കൃഷിയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.